സൂരജിന്റെ കാര്യത്തില് എന്തൊക്കെയോ തടസ്സമുണ്ടെന്നല്ലേ ജ്യോത്സ്യർ പറഞ്ഞത്? എന്തായിരിക്കും ഈശ്വര ആ തടസ്സം? ബീന ഇങ്ങനെ ടെൻഷൻ ആവാതെ. സത്യത്തില് നമുക്ക് ആശ്വസിക്കാനുള്ള കാര്യങ്ങളല്ലേ അദ്ദേഹം പറഞ്ഞത്. ഇതുവരെ സൂരജിന് എന്താകും പറ്റിയത്, ആപത്ത് എന്തെങ്കിലും സംഭവിച്ചു എന്നും കൂടെ നമുക്ക് അറിയില്ലായിരുന്നല്ലോ. ഇപ്പോ അങ്ങനെ ഒരു പേടിയും വേണ്ടല്ലോ. എവിടെയോ ഒരിടത്ത് സൂരജ് സുരക്ഷിതനായിട്ടുണ്ടെന്നെങ്കിലും അറിയാൻ സാധിച്ചില്ലേ? അത് ശരിയാ, അതൊരു ആശ്വാസം തന്നെയാ. എന്റെ കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടണേന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ബീനയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. നമ്മൾ അമ്മമാർക്ക് നമ്മുടെ ജീവനേക്കാൾ പ്രധാനം മക്കളുടെ കാര്യങ്ങള്. അവരുടെ കാലിലൊരു മുള്ളു കയറിയാൽ പോലും നമുക്കിത് താങ്ങാനാവില്ല. അങ്ങനെയുള്ളപ്പോ സ്വന്തം മകൻ എവിടെയാണെന്നോ എന്താണെന്നോ ജീവനോട് ഉണ്ടോന്ന് പോലും അറിയാതിരിക്കുന്നത് സഹിക്കാൻ പറ്റില്ല. അതെ, സൂരജിന്റെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയപ്പോ പോലും ഞാൻ ഇത്രയും വേദന അനുഭവിച്ചിട്ടില്ല. അന്ന് എനിക്ക് മുന്നോട്ട് പോകാനും ജീവിക്കാനും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതെന്റെ സൂരജായിരുന്നു. കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ ബീനെ. നമ്മൾ തമ്മിൽ വഴക്കായിരുന്നിട്ട് പോലും സൂരജിന്റെ കാര്യം ആദ്യം അറിഞ്ഞപ്പോ എനിക്ക് നിന്റെ അടുത്തേക്ക് ഓടി വരാനും ആശ്വസിപ്പിക്കാനുമാ തോന്നിയത്. അതിനുശേഷമല്ലേ സൂരജിനെ കാണാതായി എന്നറിയുന്നതും വിദ്യ മറ്റൊരവസ്ഥയിലേക്ക് പോകുന്നതും. ഇപ്പോ ബീനയെ പോലെ തന്നെ സൂരജിന്റെ തിരിച്ചുവരവനായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മാത്രമല്ല, സൂരജ് ഇപ്പോ എനിക്കെന്റെ വിശാലിനെ പോലെയാ. മകളുടെ ഭർത്താവായി വരുന്ന ആൾ ഒരമ്മയ്ക്ക് മകൻ തന്നെയല്ലേ? ഈ വാർത്ത അറിയുമ്പോ എന്നെക്കാൾ സന്തോഷിക്കുന്നത് വിദ്യമോളായിരിക്കുമെന്ന് എനിക്കറിയാം. അവൾക്ക് എന്റെ മോനോടുള്ള സ്നേഹം ഞാൻ നേരിട്ട് മനസ്സിലാക്കിയതാ. സത്യത്തിൽ ഞാനും ധന്യം ചെയ്തത് വലിയ തെറ്റാ. നമ്മുടെ മക്കളുടെ സ്നേഹം മനസ്സിലാക്കി അവരെ ഒന്നിപ്പിക്കേണ്ട നമുക്ക് ആ സ്നേഹത്തിന്റെ ആഴം പോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതെ, ഏതായാലും ഇവിടെ വന്നത് നല്ലൊരു കാര്യമായെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. സൂരജിന്റെയും മീരമോളുടെയും കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് മാത്രമല്ല, എന്തോ എനിക്ക് നഷ്ടമായ എന്റെ സുഹൃത്തിനെ കൂടി എനിക്ക് തിരിച്ചു കിട്ടിയില്ലേ? എല്ലാം നല്ലതിനാണെന്ന് കരുതാം. മീരമോളുടെ സമയദോഷത്തിന് പരിഹാരമായി നമ്മളാൽ കഴിയുന്ന വഴിപാടുകളെല്ലാം നടത്തി പ്രാർത്ഥിക്കാം. അതല്ലേ നമ്മളെ കൊണ്ട് പറ്റൂ. അതെ, എല്ലാവരുടെ ജീവിതത്തിൽ ഇതുപോലെ നല്ലതും ചീത്തയായ സമയങ്ങൾ ഉണ്ടാവും ബീനെ. അതിൽ തളരാതെ പിടിച്ചു നിൽക്കണം. അതിന് നമ്മളെ കൊണ്ട് സാധിക്കും. പല കാര്യങ്ങളിലും നമ്മൾ മനുഷ്യരെ നിസ്സഹായരാണെന്ന് ബോധ്യമാകുന്നത് ഇത്തരം ചില അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാ. വിഷമിച്ചിരിക്കല്ല ബീന ഇനി വേണ്ടത്. എനിക്കുറപ്പാ സൂരജ് സുരക്ഷിതനായി തിരിച്ചു വരും. അതിനുവേണ്ടി ബീനെ പോലെ തന്നെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കുറച്ചു പേരും കൂടി ഉണ്ടെന്ന് വിശ്വസിച്ചു. എനിക്കറിയാൻ തന്നെ മനസ്സിൽ ഒരുപാട് സങ്കടവും നിരാശയും വരുമ്പോ ഞാൻ സാവിത്രിയമ്മയെ കുറിച്ച് ചിന്തിക്കും. അവരൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചത് വെച്ച് നോക്കുമ്പോ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നും. ചെറുപ്പത്തിലെ അച്ഛനെ നഷ്ടമായി, വളർന്നു വന്ന് വിവാഹിതയായി ഒരു ജീവിതം ജീവിച്ചു തുടങ്ങി. അധികമാവുന്നതിന് മുന്നേ ഭർത്താവും പോയി. പിന്നെ അമ്മ ജീവിച്ചത് മനോജേട്ടനും മായയ്ക്കും വേണ്ടിയായിരുന്നു. മക്കളുടെ നല്ല ജീവിതം കണ്ട് സന്തോഷിക്കാൻ തുടങ്ങിയ സമയത്ത് മോളെ നഷ്ടമായി. ആ വേദന സഹിച്ച അമ്മ ഇന്നും കഴിയുന്നു. ഒരു ദിവസം പോലും മായയെക്കുറിച്ച് ഓർക്കാതെയോ കരയാതെയോ അമ്മ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമൊക്കെ എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ വിദ്യക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോഴാ എനിക്ക് അമ്മയുടെ സങ്കടത്തിന്റെ ആഴം മനസ്സിലായത്. എന്നിട്ടും കഴിഞ്ഞു. ഇപ്പൊ അമ്മ നീറുന്നത് കൊച്ചുമക്കളെ കുറിച്ച് ഓർത്തിട്ടാ. മീരയുടെയും വിദ്യയുടെ അവസ്ഥ ഒരേപോലെ അമ്മയെ വേദനിപ്പിക്കുന്നുണ്ട്. അതെ, അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളൊക്കെ അനുഭവിച്ച വേദനയൊന്നും അല്ലാന്ന് തോന്നിപ്പോവും. ചില സമയങ്ങളിൽ നമ്മൾ മനുഷ്യർക്ക് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ വരും. ആ സമയം പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ ബീനെ. എല്ലാ പ്രശ്നങ്ങളും മാറാൻ നമുക്ക് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം. ഇനി സമയം കളയണ്ട, നമുക്ക് പോവാം. ശരി, വാ.
ഭഗവാനെ, എന്തിനാ എന്നെ പരീക്ഷിക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? ആദർശേട്ടനെ ഒരു രീതിയിലും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. എന്നിട്ടും ഞാൻ ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങൾ ആദർശേട്ടനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എത്ര എളുപ്പത്തിലാ ആദർശേട്ടൻ എന്നെ പിരിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞത്. ഞാനില്ലാതെ കഴിയുന്നതാണ് ആദർശേട്ടന് സന്തോഷമെങ്കിൽ ആ സന്തോഷം ആദർശേട്ടന് കിട്ടട്ടെ. ഞാനായിട്ട് ആദർശേട്ടനെ ശല്യം ചെയ്യില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന മറ്റുള്ളവർക്ക് അത് വേദനിക്കുകയാണല്ലോ ഭഗവാനെ. ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കും തോറും ഞാൻ കാരണം എല്ലാവരും വേദനിക്കുക. പാവം എൻ്റെ അച്ഛൻ എന്നും എന്റെ സന്തോഷം മാത്രം ആഗ്രഹിച്ച ആ പാവത്തിന് എന്നെ ഓർത്ത് വിഷമിക്കാനുള്ള അവസ്ഥയാണല്ലോ ഞാൻ കൊടുക്കുന്നത്. എന്റെ മനസ്സിലെ വിഷമങ്ങളെല്ലാം അച്ഛനോട് തുറന്നു പറയണമെന്നുണ്ട്. പക്ഷെ ഞാനത് ചെയ്താ അത് അച്ഛനെ കൂടുതൽ വേദനിപ്പിക്കുകയല്ലേ ചെയ്യൂ. ഇതിനൊക്കെ പരിഹാരം എന്താന്ന് എനിക്കറിയില്ല. എന്റെ എല്ലാ വിഷമങ്ങളിലും എനിക്കൊപ്പം നിന്നത് നീയാണല്ലോ. ആർക്കും വിഷമം ഉണ്ടാക്കാത്ത ഒരു പരിഹാരം ഈ കാര്യത്തിൽ എനിക്ക് കാണിച്ചു തരണേ കൃഷ്ണ. അതുപോലെ സൂരജിനെ ഓർത്ത് കരയുന്ന ഒരുപാട് പേര് എനിക്ക് ചുറ്റുമുണ്ട്. ആ കണ്ണുനീരൊക്കെ തുടയ്ക്കണേ ഭഗവാനെ. ഒന്നിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് മനസ്സ് തകർന്നിരിക്കുന്ന വിദ്യയുടെ സങ്കടവും നീ മാറ്റി കൊടുക്കണേ ഭഗവാനെ. എല്ലാവർക്കും നന്മകൾ മാത്രം നൽകി അനുഗ്രഹിക്കണേ. മൂന്നെണ്ണ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. മൂന്നെണ്ണ എന്താ പറ്റിയേ? അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചിട്ട് ആദർശൊന്നും പറഞ്ഞിട്ടുമില്ല. അബിക്ക് എന്തെങ്കിലും അറിയാമോ? ഇല്ല, എനിക്കൊന്നും അറിയില്ല. ആർക്കും ഒന്നും അറിയില്ല. ആദർശ് മീരി ഒന്നും പറയുകയില്ല. ഇവരിങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? അതെ, പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാലേ അതിന് പരിഹാരം കാണാൻ പറ്റൂ. അവരൊന്നും പറയുന്നില്ലെന്ന് കരുതി നമുക്ക് മിണ്ടാതിരിക്കാനോ ഇടപെടാതിരിക്കാനോ പറ്റൂ? ഇപ്പോഴത്തെ കുട്ടികൾ വിവാഹജീവിതത്തെ പറ്റി വലിയ കാഴ്ചപ്പാടൊന്നും ഇല്ലാത്തവരാ. പരസ്പരം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ബന്ധം പിരിയുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കും. അല്ല, ഇതിപ്പോ അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ആദർശിനെ മീരി ഒന്നിച്ചു നിർത്തി കാര്യങ്ങൾ നമ്മൾ തന്നെ സംസാരിച്ച് ശരിയാക്കണമെന്നാ എൻ്റെ അഭിപ്രായം. ശരിയാക്കാൻ അവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഇനിയും ഉണ്ടെങ്കിൽ തന്നെ അത് മീരയായിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാവും. അത് പരിഹരിക്കണമെങ്കിൽ മീര തന്നെ വിചാരിക്കണം. മീര എന്ത് ചെയ്തു എന്ന് അഭി പറയുന്നേ? മീര എന്താ ചെയ്യാത്തത്? ഇവിടെ ആദർശിനെ ഞങ്ങളെയും തമ്മിൽ അകറ്റാൻ വേണ്ടി മീര എന്തൊക്കെ ചെയ്തു? എന്താ ഇത്? നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? അമ്മേ, എന്നായാലും ഇതൊക്കെ എല്ലാവരും അറിയും. ഇനിയും മറച്ചു വെക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ആവശ്യമില്ലാത്ത സംസാരം വേണ്ട ബി. പറയാനുള്ളത് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല അമ്മേ. ആദർശ് മീരയും തമ്മിൽ എന്താ പ്രശ്നമെന്നൊന്നും എനിക്കറിയില്ല അങ്കിളെ. പക്ഷേ മീര ഇവിടെ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആദർശിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മീരയെ കൊണ്ടുവിടാൻ അത് തന്നെ ഒരു കാരണമായേക്കാം. അബി പറയുന്നത് പോലെ ആവശ്യമില്ലാത്ത ഒരു കാര്യവും മീര ഇവിടെ ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. ആദ്യം മുതലേ മീരയോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അബിയ. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. അമ്മേ, ഇത് കേട്ടോ? ഞാൻ മീരയോട് എങ്ങനെയാ ഇപ്പൊ പെരുമാറുന്നതെന്ന് അമ്മയ്ക്കറിയാലോ. എന്നിട്ടും ഇങ്ങനൊരു പഴി കേൾക്കേണ്ടി വന്നത് കണ്ടോ? ഞാൻ പഴിയായിട്ട് പറഞ്ഞതൊന്നുമല്ല. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇവിടെ നടന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടായത് മീരയുടെ പരിശ്രമം കൊണ്ടല്ലേ. കുടുംബം ഒന്നായി ചെയ്തിരുന്ന ബിസിനസ് വഴക്കുണ്ടാക്കി പിരിച്ചത് അബിയല്ലേ. പുതിയ കമ്പനികൾ വാശി കാണിച്ച് നഷ്ടത്തിലാക്കിയപ്പോഴും
അതിന് പരിഹാരം കണ്ട് ലാഭത്തിലാക്കിയത് മീരയല്ലേ? ആദർശിനേക്കാൾ കഴിവും മാനേജിംഗ് കപ്പാസിറ്റിയും മീരയ്ക്കുണ്ടെന്ന് പലരും പറയാൻ തുടങ്ങിയതിന്റെ ഈഗോ ആയിരിക്കില്ലേ ആദർശ് മീരയെ വീട്ടിൽ കൊണ്ടുവിടാൻ കാരണം? ഓ, അപ്പോ ഹരിക്ക് കാര്യവും കാരണമൊക്കെ അറിയാലോ. ഇത്രയൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോ ഹരി ഒന്നും അറിയാത്തതുപോലെ ഇരുന്നത് സംസാരിച്ചതുമൊക്കെ? അത് ഞാൻ മീര അങ്ങനെ പറഞ്ഞപ്പോ ആ ടെൻഷനിൽ സംസാരിച്ചതാ. ആയിരിക്കാം. പക്ഷേ ആദ്യം മീരയ്ക്കും ആദർശിനും ഇടയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ സംസാരം തുടങ്ങിയത്. ഇവരാരും ഒരിക്കലും സത്യം പറയില്ല അമ്മേ. മീര ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മളെ കുറ്റങ്ങളാക്കി അവളുടെ വീട്ടിൽ ചെന്ന് പറയുന്നുണ്ട്. അതൊക്കെ വിശ്വസിച്ചാ അങ്കിള് ചോദ്യം ചെയ്യാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആരെയും ചോദ്യം ചെയ്യാനൊന്നും വന്നതല്ല. ആദർശിനും മീരയ്ക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. അത്രേ എന്റെ മനസ്സിലുള്ളൂ. ഹരിയുടെ ഉദ്ദേശം അതായിരുന്നിരിക്കാം. പക്ഷെ മനസ്സിൽ ഇതൊന്നും അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾക്കിപ്പോ ബോധ്യപ്പെട്ടു. എന്തായാലും ഞാൻ ആദർശിനോട് സംസാരിക്കാം. അവന്റെ മനസ്സിൽ എന്താണെന്ന് ചോദിക്കട്ടെ. മീരെ ഇവിടുന്ന് മാറ്റണമെന്നോ ആദർശുമായി ബന്ധം പിരിയണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്കത് പറയാനേ പറ്റൂ. ആരെയും ബോധ്യപ്പെടുത്താനൊന്നും സാധിക്കില്ല. എനിക്കറിയാം, എന്റെ സങ്കടങ്ങൾ ഞാൻ എപ്പോഴും മനസ്സിൽ ഒതുക്കാനാ ശ്രമിക്കാറ്. അറിയാതെ പറഞ്ഞുപോയ വാക്കുകളൊന്നും കാര്യമായിട്ട് എടുക്കരുത്. അതെന്റെ അവളുടെ ജീവിതത്തെ ബാധിക്കുകയും ചെയ്യരുത്. ഞാൻ ഇറങ്ങട്ടെ. അയാളങ്ങനെ സമാധാനത്തോടെ അയക്കണ്ടായിരുന്നു അമ്മേ. വേണ്ട ബി. സ്വന്തം മകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള വേവലാതിയാണ് ഹരിയുടെ മനസ്സിൽ. അത് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. ധന്യയെ ജോത്സ്യന്റെ വീട്ടിൽ വെച്ച് കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അമ്മായിക്ക് ജ്യോത്സ്യത്തിലൊക്കെ വലിയ വിശ്വാസമുള്ളതല്ലേ? അമ്മായി കാണാത്ത ജ്യോത്സ്യന്മാരൊന്നും കേരളത്തിലില്ലെന്നാ അമ്മാവും പറയാറുള്ളത്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാ മീര. നമ്മുടെ മനസ്സിലെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി നമ്മൾ പറ്റുന്ന രീതിയിൽ എല്ലാം അലയും. ചിലർ ഒരിക്കലും ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരം കിട്ടിയില്ലെങ്കിലും ജ്യോത്സ്യന്മാർക്ക് പണം കൊടുത്ത് അവര് പറയുന്ന മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ കേട്ടിരിക്കും. ഇതെല്ലാം മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെയാ. അല്ലാതെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ധന്യയുടെ മനസ്സിൽ എന്തൊക്കെയോ സങ്കടങ്ങളുണ്ട്. അതുകൊണ്ടാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജ്യോത്സ്യന്മാരെ കാണുന്നേ. ഓരോരുത്തരുടെ സങ്കടങ്ങൾ എന്താണെന്ന് അവരവർക്ക് മാത്രമേ അറിയൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ലല്ലോ അവരുടെ മാനസികാവസ്ഥ. അതെ. എന്തായാലും ബീനാമ്മയും അമ്മായും തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയല്ലോ. അതാ എനിക്ക് സന്തോഷം. ജീവിതത്തിൽ ഒരു പ്രാധാന്യവും കൊടുക്കാതെ തള്ളിക്കളയേണ്ട കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾ അറിയാതെ വലിയ പ്രാധാന്യം കൊടുത്ത് മനസ്സിൽ കയറ്റിവെക്കും. അത്തരം ഒരവസ്ഥയായിരുന്നു എനിക്കും ധന്യയ്ക്ക് സംഭവിച്ചത്. ഞങ്ങളത് തിരിച്ചറിയാൻ ഇത്രയും കാലം വേണ്ടി വന്നു. അതാവും വിധി, അല്ലാതെ എന്തു പറയാൻ. ശരിയാ. ബീനാമ്മയും അമ്മായും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ ഞങ്ങളെല്ലാവരും എത്രയോ കാലം ശ്രമിച്ചു. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. ഒടുവില് ഞങ്ങൾ ആരും ഇടപെടാതെ തന്നെ നിങ്ങളൊന്നായി. ഇതൊക്കെയാ ഭഗവാന്റെ ഇടപെടൽ എന്ന് പറയുന്നത്. ആയിരിക്കാം. എന്തായാലും സംഭവിച്ചത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കാം. ധന്യയും മീരയുടെ കാര്യത്തിനു വേണ്ടി തന്നെയാ ജ്യോത്സ്യനെ കാണാൻ വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് കയറിയാ കണ്ടത്. ആണോ? എന്നിട്ട് ജ്യോത്സ്യൻ എന്തു പറഞ്ഞു? കാലദോഷത്തിന്റെ പ്രശ്നങ്ങൾ മാത്രമാ മീരയ്ക്ക് സംഭവിക്കുന്നതെന്നും അതെല്ലാം തനിയെ മാറി വരുമെന്നുമാ ജ്യോത്സ്യര് പറഞ്ഞത്. എല്ലാം ഭഗവാൻ തീരുമാനിക്കുന്ന പോലെ നടക്കട്ടെ. നമ്മൾ എന്ത് ചെയ്താലും ഈ ജന്മത്തിൽ അനുഭവിച്ച് തീർക്കേണ്ടതെല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ. അതെ.
ഹരിയേട്ടൻ വന്നു എന്ന് തോന്നുന്നു. ഹരിയേട്ടൻ ആദർശിന്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു. അവരെന്തു പറഞ്ഞോ എന്തോ. ആദർശേട്ടന്റെ കാര്യത്തിൽ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിലിപ്പോ എന്ത് ചെയ്യണമെങ്കിലും ആദർശേട്ടൻ തന്നെ തീരുമാനിക്കണം. എന്താ ഹരിയേട്ടാ, ആദർശിന്റെ വീട്ടിൽ ചെന്നിട്ട് അവരെന്തു പറഞ്ഞു? അവിടെ അഭിരാമി ഉണ്ടായിരുന്നു. സംസാരിച്ചു തുടങ്ങിയപ്പോഴേ അഭിരാമി മീരമോളെ കുറ്റം പറയുകയായിരുന്നു. അതങ്ങനെ കേട്ടിരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ അറിയാതെ അഭിരാമി മീരയോട് ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങ് തിരിച്ചു പറഞ്ഞു. അപ്പോ അവിടെ ഒരു വഴക്കായോ? വഴക്കൊന്നും ആയില്ല, പക്ഷേ ചെറിയ തോതിലൊരു സംസാരമായി. അത് സാരമില്ല. ഹരിയേട്ടനായതുകൊണ്ട് അതൊക്കെ വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നം ചിലപ്പോൾ രൂക്ഷായനെ. ആദർശേട്ടൻ ഉണ്ടായിരുന്നു? ഇല്ല മോളെ. അത് നന്നായി. എന്നാലും ആ അഭിരാമി ആദർശനോട് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. അവര് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു തെറ്റും ചെയ്യാതെയാ എന്റെ മോളി സങ്കടങ്ങളെല്ലാം അനുഭവിക്കുന്നത്. അതാ എന്റെ സങ്കടം. എല്ലാം ശരിയാവും ഹരിയേട്ടാ. അച്ഛൻ വിഷമിക്കണ്ട. എന്റെ ഏറ്റവും വലിയ സങ്കടം അച്ഛൻ വിഷമിക്കുന്നതാ. വിഷമിക്കരുതെന്ന് പറഞ്ഞാലും മനസ്സ് നമ്മുടെ കൈ നിൽക്കില്ലല്ലോ മോളെ. എല്ലാം ഭഗവാന് വിട്ടുകൊടുത്ത് കാത്തിരിക്കാനേ നമുക്ക് കഴിയും. മീരയുടെ കാര്യത്തില് ഭഗവാൻ ഒരു ദോഷവും വരുത്തില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഒടുവിലെല്ലാം സന്തോഷമായിട്ട് തന്നെ വരും. ഹലോ. ഹലോ, ഞാൻ സൂരജിന്റെ മുത്തശ്ശൻ രാഘവനാ. ആ പറഞ്ഞോളൂ. എന്താ വിളിച്ചത്? അതെ, ഒരു വിവരം അറിയിക്കാനുണ്ടായിരുന്നു. വിദ്യമോളോട് പറയണോ അതോ നിങ്ങളെ അറിയിച്ചിട്ട് പറയണോ എന്നൊരാശങ്ക. എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. അതാ ഞാൻ വിളിച്ചത്. കാര്യം എന്താന്ന് വെച്ചാൽ പറയൂ. നമുക്ക് ആലോചിച്ച് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ സൂരജിനെ അന്വേഷിച്ച് കർണാടകയിൽ പോയ സമയത്ത് പലർക്കും സൂരജന്റെ ഫോട്ടോ നൽകി അവിടെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു. ആ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാൻ എന്റെ നമ്പരും കൊടുത്തിരുന്നു. അതിലൊരാൾ വിളിച്ചിരുന്നു. സൂരജിനെ ആരോ കാറി കയറ്റിക്കൊണ്ടു പോകുന്നത് കണ്ടുവെന്നാ അയാൾ വിവരം തന്നത്. കാറി കയറ്റി കൊണ്ടുപോയിരുന്നു? അതെ. അതാരാ? അതൊന്നും അറിയില്ല. സൂരജിനെ ബലമായിട്ട് പിടിച്ചോണ്ട് പോയതാണോ അതോ സ്വമേധയാ കയറിപ്പോയതോ? ഞാനും അതേക്കുറിച്ച് ചോദിച്ചിരുന്നു. പക്ഷെ അതൊന്നും അയാൾക്ക് മനസ്സിലായില്ലെന്നാ പറഞ്ഞത്. സൂരജ് സ്വന്തം ഇഷ്ടപ്രകാരം കയറിപ്പോയതാണെങ്കിൽ ഇതിനോടകം നമ്മൾ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുവോ, ഇങ്ങോട്ട് വരികയോ ചെയ്യുമായിരുന്നല്ലോ. ഇതെല്ലാം ഞാൻ എന്നോട് തന്നെ ചോദിച്ച് ഉത്തരം കിട്ടാതിരിക്കുന്ന കാര്യങ്ങളാ. സംഭവം നടന്നത് ഏത് രീതിയിലാണെങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് സൂരജിനെ കണ്ടെത്തിയല്ലേ പറ്റൂ. അതെ. ആ, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. എന്തായാലും സൂരജിന് നമ്മൾ ഭയന്നതുപോലെ ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. അവൻ ജീവനോടെ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചല്ലോ. അതാ ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വിളിച്ചത്. എന്നെപ്പോലെ തന്നെ സൂരജിന്റെ വിവരങ്ങൾ അറിയാൻ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടല്ലോ. ഈ വിവരം വിദ്യമോൾക്ക് വലിയ ആശ്വാസം നൽകും. പക്ഷേ ഇത് ഞാൻ മറ്റൊരാൾ പറഞ്ഞ് കേട്ടറിഞ്ഞൊരു വിവരം മാത്രമാണ്. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ടാ വിദ്യമോളെ അറിയിക്കണോ വേണ്ടയോ എന്നൊരാശങ്ക വന്നത്. മനസ്സിലായി. ഇപ്പൊ എന്നെ തന്നെ വിളിച്ചത് നന്നായി. ഞാൻ ധന്യമായിട്ട് സംസാരിച്ചിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. ശരി, നന്നായി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഒരാൾ പറഞ്ഞ കാര്യം മാത്രം വെച്ച് നമ്മൾ അന്വേഷിച്ചാലും എപ്പോഴാണ് വിവരം കിട്ടുക എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതെ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ അറിയിക്കണേ. ഓ ശരി, ഞാൻ വിളിച്ചോളാം. ഓക്കെ.